ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യൽ കടുകുമാങ്ങ കറിയാണ്. ഈ ഒരു കറിയുടെ സ്വാദറിഞ്ഞാൽ എല്ലാവർക്കും വളരെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും 2-3 ദിവസം പുറത്തൊക്കെ വെച്ച് ചൂടാക്കി കഴിക്കാനും പറ്റുന്നതുമായ ഈ ഒരു കറിയുടെ സ്വാദ് അപാരമാണ്. ഇലസദ്യകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഈ ഒരു കറിയെ തേങ്ങയൊന്നും അരക്കാതെ എങ്ങനെയാണ് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തന്നൊന്ന് ചേച്ചി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇലസദ്യകളിൽ വിളമ്പുന്ന കാറ്ററിംഗ് സ്പെഷ്യൽ കടുമാങ്ങ കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. കാറ്ററിംഗ് സ്പെഷ്യൽ കടുമാങ്ങ കറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ എടുക്കുമ്പോൾ നല്ല ദശക്കട്ടിയുള്ളതും അതുപോലെ വെന്ത് കലങ്ങാത്ത മാങ്ങയും വേണം എടുക്കാനായിട്ടും. ചെറിയ മധുരമുള്ളതാണെങ്കിൽ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നതുമാണ്. നമുക്ക് ഈ മാങ്ങയുടെ തോലെല്ലാം ഒന്നെടുത്ത് മാറ്റിയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒന്ന് പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. ഞാനിവിടെ ഒരു ചോപ്പറിൽ വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് പൊടിയായി കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള ചേരുവകൾ എടുത്തു വയ്ക്കാം. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും, ഒരു 5 അല്ലി വെളുത്തുള്ളിയും, 1 സ്പൂൺ അളവിൽ കടുക് പരിപ്പും, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് നല്ല ജീരകവും, 15 കുരുമുളകും, 4 അല്ലി കൊച്ചുള്ളിയും, അതുപോലെ 4 ചെറിയ കഷ്ണം കായക്കട്ടയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് വെക്കാം. ഈ സമയത്ത് നമ്മുടെ നേരത്തെ കാണിച്ച മാങ്ങയെ ഞാനിതുപോലെ ഒന്ന് ചോപ്പറിൽ ഇട്ട് കൊടുത്ത് പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുകുമാങ്ങ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചുവട് കട്ടിയുള്ള ഉരുളിയടപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 4 പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും, ഒരു 2-3 വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്തൊന്ന് മുരിയിച്ചെടുക്കണം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചേരുവകൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയും കൂടി എടുക്കാം. കറിയിലേക്ക് പച്ചമുളക് എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായ പച്ചമുളകാണ് എടുക്കേണ്ടത്. നമ്മുടെ പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മാങ്ങ കഷ്ണങ്ങളെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു കറിയെ തയ്യാറാക്കി എടുക്കുമ്പോൾ വെന്തുടയാത്ത മാങ്ങ വേണം നോക്കിയെടുക്കാനായിട്ട്. ഈ ഒരു കറി നമ്മുടെ ഇലസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ്. നമുക്ക് ഈ മാങ്ങയെ ഒരു 2 മിനിറ്റ് നേരം മാത്രം വഴറ്റിയാൽ മതിയാകും. അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ച അരപ്പിനെ അരച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ അരപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു മാങ്ങ കറിയെ നമുക്ക് 2 രീതിയിൽ പാചകം ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഈ അരച്ചെടുത്ത അരപ്പ് മാങ്ങയിൽ പുരട്ടി നമുക്ക് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേ ഒരു രീതിയിലാണ് പാചകം ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ അരപ്പിൻ്റെ ചുവ നമ്മുടെ കറിക്ക് ഉണ്ടാകുന്നതല്ല. അതുകൊണ്ടാണ് ഞാനിതുപോലെ തയ്യാറാക്കുന്നത്. ചില ആളുകൾക്ക് കടുക് പരിപ്പിൻ്റെ സ്വാദ് ഇഷ്ടമല്ലാത്തതുമാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കടുക് പരിപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്തി നിൽക്കുന്നതുമല്ല. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തപ്പോൾ നമ്മുടെ മാങ്ങാ കഷ്ണങ്ങൾ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 300 മില്ലി അളവിൽ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കടുമാങ്ങക്കറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത്. കട്ടിയുള്ള തേങ്ങാപ്പാൽ വെച്ച് ചെയ്യുമ്പോഴാണ് അതിന് പ്രത്യേക ടേസ്റ്റ് കൂടെ കിട്ടുന്നത്. 2-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കറിയെ നല്ലതുപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം തിളച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മാങ്ങാക്കറി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങാക്കറിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർക്കാം. പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് അളവിൽ 1-ാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡർ ആണെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് ഭാഗത്ത് മാത്രം തേങ്ങാപ്പാൽ ചേർത്താൽ മതിയാകും. ഇനിയിപ്പോൾ കറിയെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കറിയെ സെർവിങ് ഡിഷിലേക്ക് കൂടെ മാറ്റി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതുമായ കടുമാങ്ങ കറി ഇവിടെ റെഡിയാണ്.
ഈ ഒരു മാമ്പഴക്കാലത്ത് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണേ. 2-3 ദിവസമൊക്കെ ഈ ഒരു കറിയെ പുറത്ത് വെച്ച് നമുക്ക് ചൂടാക്കി കഴിക്കാവുന്നതുമാണ്. ചൂടാക്കും തോറും കറിയുടെ ടേസ്റ്റ് അപാരമായി വർദ്ധിച്ചും കൂടെ വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയും. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. എൻ്റെ എല്ലാ വീഡിയോയും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.